ല്ലേ, ഒരു ലേഖനമല്ലല്ലോ. അങ്ങനെ നമ്മൾ പറഞ്ഞു സാൽവേഷനിൽ ഞാൻ ഇറക്കിയ പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞു ഈ സുല്ലമി എഴുതിയതാണത്. അവസാനം എടുത്തിനാട്ടെന്ന് അയാൾ സമ്മതിക്കുന്നു കേട്ടോ. നിങ്ങൾ എന്നെ ഹദീസ് പണ്ഡിതൻ വിളിക്കുന്നത് തീരെ തൃപ്തിയില്ല. മനുഷ്യന്മാരെ വിളിക്കുന്നത് ഞാൻ എന്താണ് ചെയ്യുക? എന്നിട്ട് ഞാൻ ഹദീസ് പണ്ഡിതൻ മുഹദ്ദീസാണ് ചമഞ്ഞ് നടക്കുന്നവരാണ്. അങ്ങനത്തെ എന്നെ മർഹൂം KP മുഹമ്മദ് മൗലവി അൽമനാറിൽ വരെ ചോദ്യത്തിൽ എഴുതാൻ വേണ്ടി ഏൽപ്പിക്കും. ഒന്നും അറിയാത്ത വ്യക്തിയാണെങ്കിൽ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ യാഥാർത്ഥ്യം എന്താണ്? എന്നാ ഞാൻ കുത്തിത്തിരിയതാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് വരെ തിരിച്ചു കൊടുത്തില്ല? ഒന്നുകൂടി കാണിക്കാം. തട്ടിപ്പ് കാണ്ട ഇയാളെ, മുഹദ്ദിസിന്റെ തട്ടിപ്പ്. ഇത് പണ്ഡിത വേഷം. അവൻ ഹദീസ് നിങ്ങൾ എന്നെ ഹദീസ് പണ്ഡിതൻ വിളിക്കുന്നത് തീരെ തൃപ്തിയില്ല. മനുഷ്യന്മാരെ വിളിക്കുന്നത് ഞാൻ എന്താണ് ചെയ്യുക? എന്നിട്ട് ഞാൻ ഹദീസ് പണ്ഡിതൻ മുഹദ്ദീസാണ് ചമഞ്ഞ് നടക്കുന്നവരാണ്. അങ്ങനത്തെ എന്നെ മർഹൂം KP മുഹമ്മദ് മൗലവി അൽമനാറിൽ വരെ ചോദ്യത്തിൽ എഴുതാൻ വേണ്ടി ഏൽപ്പിക്കും. ഒന്നും അറിയാത്ത വ്യക്തിയാണെങ്കിൽ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ യാഥാർത്ഥ്യം എന്താണ്? എന്നാ ഞാൻ കുത്തിത്തിരിയതാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് വരെ തിരിച്ചു കൊടുത്തില്ല? തിരികെ തിരുത്തണം. ഞങ്ങൾ തിരുത്തൂല. തിരുത്തി ഞങ്ങൾ സമ്മതിക്കോ? ഞാൻ എഴുതിയ തിരുത്തമ്പൻ ആരാന്ന് ചോദിക്കൂലേ? അതുകൊണ്ട് തിരികെ തിരുത്തട്ടെ. 86 ഫെബ്രുവരി അൽമനാറില് അങ്ങനെ ഉണ്ട്. രൂപം മാറാൻ കഴിയൂല, ഔസ്മാരുണ്ടാക്കൂല, വേഷം മാറൂല എന്നൊക്കെ ഉണ്ട് അൽമനാറില്. അതാണ് KNMന്റെ ആശയം എന്ന് പറയുന്നത്. ഇയാൾ തിരികെതാണ്. ഇയാളെ കൊണ്ട് നമ്മളെ സംബോധിപ്പിച്ചു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഈ മുഹദ്ദിസ് തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലായിക്കോളി. ഇയാൾ എന്താ പറഞ്ഞത്? 86 ഫെബ്രുവരി അൽമനാറില് ഔദ്യോഗികമാണോ, ആരെങ്കിലും പേര് വെച്ച് എഴുതിയ ലേഖനല്ലോ എന്നൊക്കെ തട്ടിപ്പ് പറഞ്ഞിട്ട് അവസാനം പറയാണ് ഒന്നും കാണാതെ KPനെ ഏൽപ്പിക്കോ. എനിക്ക് പണ്ഡിത വേഷമുണ്ടോ? പണ്ഡിത വേഷം തന്നെ താടിയേ. എനിക്ക് താടിയുണ്ടോ? ഞാൻ മുഹദ്ദിസ് ചമഞ്ഞ് നടക്കാന്നാണ്. എനിക്ക് പൂതിയൊന്നുമില്ല. എല്ലാരും കൂടി എന്റെ മുഹദ്ദിസ് എന്ന് വിളിച്ച് അടങ്ങാറാക്കുമ്പോ ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുക്കണാണ്. എങ്ങനെ എനിക്ക് അങ്ങനെ വിവരമില്ലെങ്കിൽ പിന്നെ KPനെ ഏൽപ്പിക്കോ? അപ്പൊ എനിക്ക് കുറച്ച് വിവരം ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? ചോദ്യോത്തരൊക്കെ എഴുതാൻ മാത്രം ഞാൻ ഉണ്ട് എന്നല്ലേ അർത്ഥം? അങ്ങനെ ഞാൻ കുത്തിത്തിരിയാതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് തിരുത്തിക്കൂടെ? നിങ്ങൾ തിരികെയത് തിരുത്തണ പണിയല്ലേ അമ്മക്ക്? തിരികെയോ തിരുത്തണം, എന്നാലേ തിരുത്താകുള്ളൂ. നിങ്ങൾ തിരികെ നിങ്ങൾ തന്നെ തിരുത്തണം. അതുകൊണ്ട് KNMന്റെ പേരിൽ ഈ ജാതി തട്ടിപ്പൊന്നും വേണ്ട. എന്നിട്ട് സുഹൃത്തുക്കളെ എന്താ കാട്ടിയെന്നരങ്ങള്? ഇത് KPന്റെ പേരിൽ ആരോപിച്ചു. MI സുല്ലമി, തട്ടിപ്പുകാരൻ, പാറാൽ കോളേജിന്റെ പ്രിൻസിപ്പാള്. അയാൾ എന്താ എഴുതിയെന്നറിയോ? മൻ അൻകറ ദുഖൂലൽ ജിന്നിയ്യ ഫിൽ ഇൻസിയ്യി. ആരാണ് ജിന്ന് മനുഷ്യ ശരീരത്തിൽ കടക്കുന്നതിനെ നിഷേധിച്ചത്? അപ്പൊ AP അബ്ദുൽ ഖാദർ മൗലവിയും കൂട്ടരും ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും എന്നതിനെ നിഷേധിക്കുന്നവരാണ്. കാരണം എന്താ? അറബികളെടുത്ത് പോയാൽ പൈസ കിട്ടണല്ലോ. റെസീറ്റും കിട്ടിയും കച്ചത്തിലെ പോണ്. സൗദി അറേബ്യയിൽ ഇയാൾ കത്ത് കൊടുത്തു, അതുപോലെ കുവൈത്തിലും കൊടുത്തു. കുവൈത്തിൽ ഇക്കുറി പോയപ്പോ ഷെയ്ഖ് ഹമൂദ് നജീദിന്റെ ഓഫീസിൽ എനിക്ക് കിട്ടിയതാ. എന്നിട്ടോ സഅമുഹും അന്നൽ ഖൗല ബിദുഖൂലിൽ ജിന്നിയ്യ ഫിൽ ഇൻസിയ്യി മുഖാലിഫുൽ ലിനുസൂസിൽ ഖുർആൻ. ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കുമെന്ന വാദം അത് ഖുർആനിനെതിരാണെന്ന് ഇവർ വാദിക്കുന്നു, ജൽപ്പിക്കുന്നു. ആര്? KNMയുടെ. യഖൂലു ഷെയ്ഖ് അബ്ദുൽ ഖാദർ സൈനുദ്ദീൻ ഫീ മജല്ലത്തിൽ മനാർ. എങ്ങനെയുണ്ട്? ഈ സുല്ലമി എഴുതിയത് എടുത്തു കൊടുത്തിട്ട് പറയാണ്, മജല്ലത്തുൽ മനാറിൽ AP പറയുന്നു. എന്താ പറയുന്നത്? ഈ ആയത്തുകളൊക്കെ ശൈത്താൻ വസ്വാസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്നറിയിക്കുന്നതാണ്. മനുഷ്യ ശരീരത്തിൽ ശൈത്താന് ഒരു സ്വാധീനമില്ല എന്നാണ് അറിയിക്കുന്നത്. മാത്രല്ല അങ്ങനെയില്ല എങ്കിൽ ഈ ലോകം തന്നെ കുട്ടിച്ചോറാകുന്നാണ് പറയുന്നത്. ആര് പറയുന്നു? AP പറയുന്നു. എന്താ തെളിവ്? സുല്ലമി എഴുതിയ ചോദ്യോത്തരം. കുതന്ത്രക്കാരെ പരലോകം പ്രസംഗിക്കാൻ മാത്രമല്ല, മനസ്സിലാക്കിക്കോളിങ്ങള്. ഇത് സൗദിയിലും കൊടുത്തു, പിന്നെ എവിടെയും കൊടുത്തു, കുവൈത്തിലും കൊടുത്തു. അപ്പൊ അവിടെ ചെന്നിട്ട് പറയാ ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കില്ല എന്ന് അബ്ദുൽ ഖാദറും കൂട്ടി ഒന്നും വിശ്വസിക്കില്ല, അതുകൊണ്ട് കാശ് ഇങ്ങോട്ട് തരി. ഇവിടെ എന്നാലോ ജിന്ന് കേൾക്കുമല്ലോ, ജിന്ന് കൂടുമല്ലോ എന്നിട്ട് ഞങ്ങൾക്ക് അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസം പറഞ്ഞിട്ട് അവിടുന്ന് മടവൂരും കുട്ടരും കാശുണ്ടാക്കുകയും ചെയ്യാം. എന്നിട്ടോ ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് ഞങ്ങൾ ഗൾഫ് പണം കിട്ടാനാണെന്ന് ഞങ്ങൾക്കൊരു ചാർജും. നോക്കണം നിങ്ങൾ, കാപട്യത്തിന്റെ ഉസ്താദുമാര് പറ്റിയ തന്നെ ഇവിടുത്തെ സുല്ലമിമാർക്കും മദനിമാർക്കൊക്കെ പറ്റിയ സാധനം തന്നെയാണ്, യാതൊരു സംശയമല്ല. മടവൂർ ഗ്രൂപ്പ് നടന്നത് കേട്ടോളി. ജിന്ന് ശൈത്താനും മുജാഹിദ് പ്രസ്ഥാനവും. അഭിമുഖം ഉസൈൻ മടവൂർ. ശബാബ് 2003 ഡിസംബർ 26. ചോദ്യം പോലെ തന്നെ ഉത്തര പോലെ കേട്ടോളി. ജിന്ന് ശൈത്താൻ കൂടൽ പ്രശ്നത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ചോദ്യം ഉണ്ടാക്കാണ്. ഉത്തരം മൂപ്പരനെ. എനിക്ക് മാത്രം എന്താണ് പറയാനുള്ളത്? ജിന്നും ശൈത്താനും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. മനുഷ്യനെ വഴിവെക്കുന്ന ശക്തിയാണ് പിശാച്. അതിന്റെ ശല്യത്തിൽ രക്ഷ നേടാൻ ഖുർആൻ പറയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പറയാണ്, ഇതാ അദൃശ്യ സൃഷ്ടികൾക്ക് മനുഷ്യനെ നേരിട്ടും രൂപം മാറിയും ഉപദ്രവിക്കാനും ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാനും കഴിയുമോ എന്നതിന് മറുപടിയായി KNM മുഖപത്രമായ അൽമനാറിൽ വന്ന ഫത്വ നോക്കുക.
എന്നിട്ട് സുല്ലമി എഴുതി ഫത്വ എടുത്തു കൊടുക്കാണ്. അൽമനാർ 1986 ഫെബ്രുവരി. അൽമനാറിന്റെ ഈ ഫത്വ കേരളത്തിലെ മുജാഹിദ് പണ്ഡിത സഭ തിരുത്തിയതായി അറിയില്ല. അൽമനാർ പത്രാധിപരായ എ പി സാധാരണ പറയാറുള്ള ചാത്തന്റെയും ചാത്തമാശയും ഹാസ്യകഥയും സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. അവ എ പി അൽമനാറിന്റെ പത്രാധിപരാണ്, എ പിയും കൂട്ടിലാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത്. അതെന്നെ എന്റെ വാദം. ആരാധി എ പിയാ? ഇത് എ പിന്റെ പേരിൽ ചാർജ് ചെയ്യാണ് മടവൂര്. എ പിന്റെ പേരിൽ ചാർജ് ചെയ്യാണ് MI. എഴുതിയതോ സുല്ലമിയും, സുല്ലമി തിരികിയത് സുല്ലമി എന്നെ തിരുത്തട്ടെ എന്ന് മാത്രമല്ല, ഷെയ്ഖ് അഹമ്മദ് സുൽത്താൻ എന്ന് പറയുന്ന ഒരു ദമ്മാമിലെ ഒരു ജാലിയാത്തിലെ ഒരു ഷെയ്ഖുമായിട്ട് ഇയാള് നമ്മളെ ഹുസൈൻ മടവൂർ സംസാരിക്കാൻ പോയി. അപ്പൊ ഹുസൈൻ മടവൂരിനോട് ഇയാൾ പറഞ്ഞു, നിങ്ങളെ കുറിച്ച് ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് നിങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. മാത്രമല്ല അങ്ങനെ അഭിപ്രായപ്പെടുന്ന ജസീറത്തുൽ അറബിലെ പണ്ഡിതന്മാരൊക്കെ വിഡ്ഢികളാണെന്ന് നിങ്ങൾ പ്രശംസിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നു എന്ന് കേട്ടല്ലോ. അവരൊക്കെ ഖുറാഫികളെ പോലെയാണ് നിങ്ങൾ അവിടെ പ്രസംഗിക്കുന്നു എന്ന് കേട്ടല്ലോ. ഫഖാല ഗൈറു സഹീഹ്. അപ്പോൾ മടവൂർ പറയേ ശരിയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ത് ജിന്ന് മനുഷ്യ ശരീരത്തിൽ കൂടും എന്ന് പറയുന്ന അറബികളുടെ ഖുറാഫാത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കാൻ അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. അറബിയോളം എത്തിയപ്പോഴേ എന്നെ കുറിച്ച് അതിനെതിരായി വല്ലതും കേട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾ ഉറച്ചു നിൽക്കോ വെച്ചു. നിങ്ങൾ പറഞ്ഞ കാസറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ജബ്ബാർ മദനിനോട് കാസറ്റ് എടുത്തോണ്ടിരാൻ പറഞ്ഞു. കാസറ്റ് എടുത്തോണ്ടിരിക്കുകയാണ് ഒരൊറ്റ ഇറങ്ങിയ ഓട്ടം. പിന്നെ വാലുകുടി കണ്ടിട്ടില്ല. ദമ്മാവില് നടന്നാട്. കോപ്പി സക്കരിയാന്റെ കയ്യിലുണ്ട്. നിഷേധിക്കട്ടെ മടവൂരികള്. എന്നിട്ട് ഞങ്ങൾക്ക് കുറ്റം. ചിന്നു കൂടുമല്ലോ കൂടും നിങ്ങളല്ലേ പറഞ്ഞേ. ഉള്ളിപ്പുണ്ടോ? ഇനി സുഹൃത്തുക്കളെ